എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടിക് കൊമ്പടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ഫാൻസി ഐറ്റംസ് കാണാം. ഇന്ന് കാണിക്കുന്നത് മാലകൾ മാത്രമാണ്. കുറെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന മാലകളാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇപ്പോഴും കുറെ മാലകൾ അങ്ങനത്തെ മാലകളാണ് ഞാൻ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് കാണിക്കുന്ന മാല, ഇത് ഞാനിപ്പോ ഒരു 3-4 പ്രാവശ്യമായി ഈ മാലകൾ കൊണ്ടുവന്ന് കാണിക്കുന്നത്. ഇപ്പോഴും ഒരുപാട് കസ്റ്റമർ എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത്. കല്ലിന്റെ മാലയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണാൽ ഈ കല്ല് പൊട്ടിപ്പോവും. അപ്പൊ അങ്ങനത്തെ മാലകളാണ് ഇത്. ഇതിപ്പോക്കെ ഇപ്പോഴത്തെ നല്ലൊരു ട്രെൻഡിൽ പോകുന്ന മാലകളാണ്. ജോലിക്ക് പോകുന്ന ആളുകള്, കോളേജില് ടീച്ചേഴ്സ്, അതുപോലെ ഒരു ഫംഗ്ഷൻ ഒക്കെ പോകുമ്പോൾ ഏത് നിറമാണോ നമ്മളുടെ ഡ്രസ്സ് ആ നിറത്തിനനുസരിച്ച് ഇങ്ങനത്തെ മാലകൾ ഉപയോഗിക്കുക ഇപ്പൊ ഒരു ഫാഷനാണ്. അപ്പൊ അതുകൊണ്ട് ആണ് ഞാൻ വീണ്ടും കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. അപ്പോ ഇതില് ഇപ്രാവശ്യം വന്നിരിക്കുന്ന കളറ് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. ഇതൊരു വാടാർമല്ലിയുടെ ലൈറ്റ് ഷെയ്ഡ്, ഇതൊരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡ്, ഇതൊരു ലൈറ്റ് പീച്ച് ഷെയ്ഡ്, പിന്നെ ഇതൊരു ബ്ലൂ ഷെയ്ഡ്. അപ്പൊ ഇത്രയ്ക്കും കളേഴ്സിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതൊക്കെ നല്ല നല്ല മാലകളാണ്. പക്ഷെ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് താഴെ വീഴാൻ പാടില്ല. വീണാല് പൊട്ടിപ്പോകും കേട്ടോ. അങ്ങനത്തെ കല്ലുകളാണ് ഇതൊക്കെ. ഒറിജിനൽ കല്ലുകളുടെ മാലയാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ പൊട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഇതില് ഓരോ മാലയുടെയും റേറ്റ് വന്നിരിക്കുന്നത് 450. നെക്സ്റ്റ് കാണിക്കുന്നതും ഇത് കണ്ടോ. ഈ മാല ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിലൊരു ബീജ് ഷെയ്ഡ്, ഒരു കാപ്പിപ്പൊടി ഷെയ്ഡ്, ബ്ലാക്ക്, അങ്ങനെ ഉള്ള കളറുകളെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഇതും കല്ലിന്റെ മാല തന്നെയാണ്. ഇതും നമ്മളുടെ കയ്യിൽ നിന്ന് താഴെ വീണാല് പൊട്ടിപ്പോകുന്ന മാലയാണ്. അപ്പം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. ഇനി അതുപോലെ തന്നെ ഇതും ഒരു സാൻഡ് സ്റ്റോണിന്റെ ഒരു മാലയാണ്. ഈ മാലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടോ ഇങ്ങനെ കുഞ്ഞു ഭയങ്കര ഗ്ലിറ്ററിങ് ആണ് ഇതില് ഈ മാലയ്ക്ക് വരുന്നത്. ഇതും 550 രൂപയാണ് റേറ്റ്. ഇപ്പൊ ഈ കാണിച്ച മാലകളൊക്കെ കുറച്ച് ഇറങ്ങി കിടക്കുന്ന മാലയാണ്. ഇപ്പൊ ഞാൻ ഇതൊരെണ്ണം ഇതിലിട്ട് കാണിക്കാം. കണ്ടോ, ഇറക്കത്തില് മാല വേണം എന്നുള്ളവർക്ക് ഇറങ്ങി കിടക്കുന്ന മാലയാണ് ഈ മാല. അതുപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച കല്ലിന്റെ എല്ലാ മാലകളും അതുപോലെ കുറച്ച് ഇറങ്ങി കിടക്കുന്ന മാലകളാണ്. കണ്ട, ഇങ്ങനെ നീളം കുറഞ്ഞ മാലയല്ല, അത്യാവശ്യം നീളത്തിലുള്ള മാല തന്നെയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 550. ഇപ്പൊ ഞാൻ ഈ സാൻഡ് സ്റ്റോണിന്റെ കുറച്ച് ഇങ്ങനെ ഒരു ഗ്ലിറ്റർ പോലെയുള്ള ഈ മാല കാണിച്ചില്ലേ. ഇനിയിപ്പോ ഈ മാല ഇടുമ്പോ അതിന്റെ ഒപ്പം ഒരു വള ഇതിപ്പോ ഇങ്ങനെ കടത്തിയിട്ട് നമുക്ക് കയ്യും ഇടാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ സ്ക്രഞ്ചീസ് ഒക്കെ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെ കയ്യുമ്മ സ്ക്രഞ്ചീസ് ഒക്കെ ഇടുന്നത് പോലെ ഈ മാലയ്ക്ക് മാച്ചായിട്ട് നമുക്ക് കയ്യുമ്മ ഇടണമെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റുന്ന ചെറിയ എന്താ പറയാ സ്ക്രഞ്ചീസ് എന്ന് വേണമെങ്കിൽ പറയാം. അതല്ലെങ്കിൽ ചെറിയൊരു ബ്രേസ്ലെറ്റ് പോലെ അങ്ങനെ മാലയ്ക്ക് മാച്ചായിട്ട് ഇടാൻ പറ്റുന്ന ഒരു സ്ക്രഞ്ചീസ് ആണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 200 രൂപ. ഇതും നിലത്ത് വീണ പൊട്ടിപ്പോകുന്ന സ്റ്റോണുകളാണ് കേട്ടോ. സാൻഡ് സ്റ്റോണിൽ വന്നിരിക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ് ഇത് കല്ലില് തന്നെ വന്നിരിക്കുന്ന ഒരു മാലയാണ്. ഇതും താഴെ വീണാല് പൊട്ടു കേട്ടോ. ഇതിന്റെ വേറൊരു ടൈപ്പ് ഞാൻ മുമ്പ് കാണിച്ചായിരുന്നു. ഇപ്പോഴും വന്നിരിക്കുന്ന പാറ്റേണിന് കുറച്ച് വ്യത്യാസമുണ്ട്. നോക്കാം, ഇതിലെല്ലാം ഇങ്ങനെയാണ് ഇതിന്റെ കല്ലുകളുടെ ഷേപ്പ് ഒരേ ഷേപ്പ് അല്ല, ഇങ്ങനെ അൺഈവൺ ആയിട്ടാണ്. ചിലതിലൊരു സ്ക്വയർ പോലെ, ചിലത് ട്രയാങ്കിൾ ആവും, അങ്ങനെ പല ഷേപ്പിലാണ് ഇതില് കല്ലുകൾ വന്നിരിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള മാലയാണ്, നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു മാലയാണ്. ഇതില് ഒരു മാലയുടെ റേറ്റ് വരുന്നത് 400 രൂപ. ഇപ്പൊ ഈ മാല ഒരുപാട് ലെങ്തിലുള്ള മാലയല്ല. കണ്ടോ, ഇതിലിടുമ്പോ ഇപ്പൊ നമ്മളുടെ കഴുത്തിനോട് റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ ബ്ലൗസിന്റെ ഒക്കെ ആദ്യത്തെ ഹുക്കിന്റെ അത്ര വരെയാണ് ഇത് ഉണ്ടാവുള്ളൂ. ഇത് നീളം കുറഞ്ഞ മാലകളാണ്. അപ്പം ഇതുപോലെയാണ് ഈ മാലകളുടെ വ്യൂ വരുന്നത്. ഇത്രയ്ക്ക് ലെങ്ത് ആണ് വരുള്ളൂ. ഇനി ഇതിൽ വരുന്ന വേറൊരു ഷെയ്ഡാണ് ഇതാണ് വേറൊരു ഷെയ്ഡ്. ഇത് രണ്ടും സെയിം അല്ലെന്ന് ചോദിക്കും. നമുക്ക് പെട്ടെന്ന് കാണുമ്പോ ഇത് രണ്ടും സെയിം ആണെന്ന് തന്നെ തോന്നും കളറുകളൊക്കെ. എങ്കിലും അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ, ഇപ്പൊ എല്ലാ കല്ലും ഒരുപോലെയല്ല, അതുപോലെ ഒരേപോലെയല്ല ഈ കല്ലും ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്ര മാത്രമാണ് ഈ രണ്ട് മാലകൾക്ക് തമ്മിലുള്ള വ്യത്യാസം വരുന്നുള്ളൂ. പിന്നെ ഇത് വേറെ ഒരു കളറ്,
ഒരു ബ്ലാക്കും ബീജും ഒക്കെ കളർ, ചിക്കു കളറൊക്കെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ്. ഇതില് പിന്നെ തന്നെ ഒരു വശം ചില കല്ലുകളുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ, ഒരു ആഷ് പോലത്തെ ഒരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കല്ലിന്റെ മാലകളായതുകൊണ്ടാണ്. ഇപ്പൊ ഈ രണ്ട് മാലകൾ വരുമ്പോ ഇതിൽ കണ്ടോ, ഒരു കല്ലുമ്പോ ഇങ്ങനെ ഒരു തോണ്ടും പാണ്ടൊക്കെ പോലെ, പക്ഷെ മറ്റു കല്ലുകളുമൊന്നുമില്ല. അപ്പൊ കല്ലുകളിലുള്ള മാലകളായതുകൊണ്ടാണ് ഇതില് ആ ചിലതിന്റെ ഇത് കണ്ടോ, ഇതിലൊരു ഡിസൈൻ വേറെ, അങ്ങനെയൊക്കെ മാറി മാറി വരുന്നത്. ഇത് താഴെ വീണ പൊട്ടിപ്പോകുന്ന മാലയാണ്. ഇതും നമുക്ക് ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ്. അപ്പൊ ആദ്യം കാണിച്ച മാല നല്ലൊരു വയലറ്റിന്റെ ഷെയ്ഡ്, പിന്നത്തെ മാല ഒരു ബ്ലൂ ഷെയ്ഡാണ്. ഇതാ ഇതുപോലെ. പിന്നെ വരുന്നത് ഇതാ ഇതുപോലെ. പിന്നത്തത് ഇങ്ങനെ. ഇത് നീളത്തിലുള്ള മാല ഇടണം എന്നുള്ളവർ എടുക്കരുത്. നീളത്തിലുള്ള മാലയല്ല, നമ്മളുടെ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ ബ്ലൗസിന്റെ ഫസ്റ്റ് ഹുക്കിന്റെ അവിടെ വരെ മാത്രം ലെങ്ത് വരുന്ന ഒരു മാലയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 400 രൂപ. നെക്സ്റ്റ് മാല ഈ ചരട് മാലയാണ്. നല്ല കസ്റ്റമർ റെസ്പോൺസ് ഉണ്ടായ ഒരു മാലയാണ്. ഒരെണ്ണത്തിൽ ഈ രാധയും കൃഷ്ണനും ആയിട്ടുള്ള ഒരു പെൻഡന്റ്, ഒരെണ്ണത്തിൽ ഇങ്ങനെ ഒരു മയിൽപ്പീലി ഓടക്കുഴല്. ഇതും ഒരു ഭഗവാൻ തന്നെയാണ്. ഇതുപോലെ ഇതിപ്പോ ഒരു പുതിയത് വന്നതാണ്, ഈ ഓണമൊക്കെ പ്രമാണിച്ച് വന്നിരിക്കുന്നതിൽ പെട്ടതാണ്. അപ്പൊ ഇങ്ങനെ 3 ഡിസൈനിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നീളമില്ലല്ലോ എന്ന് കരുതരുത്. ഈ ബോൾ ബാക്കിലേക്ക് ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എത്ര നീളത്തിൽ വേണമെങ്കിലും ഈ ചരടിന്റെ നീളം കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ നീളത്തിൽ ഇടാൻ പറ്റുന്ന ഒരു മാലയാണിത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല, പക്ഷെ നല്ല ട്രെൻഡിൽ പോകുന്ന മാലയാണ്. ഇതിന് ഓരോ പീസിന്റെ റേറ്റ് വരുന്നത് 90 രൂപ. നെക്സ്റ്റ് കാണിക്കുന്ന മാല ഇതാ ഇതുപോലെയുള്ള മാലകളാണ്. ഇത് ഒരുപാട് ലെങ്തിലുള്ള മാലയല്ല. ഇപ്പൊ എന്താ ഞാൻ ഒരെണ്ണം ഇട്ട് കാണിക്കാം. ഇത് കഴുത്തിന് ചുറ്റും ഇങ്ങനെ കിടക്കുന്ന ഒരു മാലയാണ്. കണ്ടോ, ഇതുപോലെയാണ് കിടക്കുള്ളൂ. നീളത്തിലുള്ള മാലകൾ വേണമെന്നുള്ളവർ ഇത് എടുക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നെ നിങ്ങൾ പറഞ്ഞില്ല ചെയ്തില്ല എന്നൊക്കെ കംപ്ലൈന്റ് പറയുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് നീളത്തിലുള്ള മാലയല്ല, കഴുത്തിന് ചുറ്റും കിടക്കുന്ന ഒരു മാലയാണ്. അപ്പൊ ഇതിലത്തെ ബോളുകളെല്ലാം ചെറിയ ചെറിയ ബോളുകളാണ്, പ്ലെയിൻ ബോളാണ്. ഇതില് ഗോൾഡൻ കളറിലുള്ള ബോള്, സിൽവർ, റോസ് ഗോൾഡിന്റെ കളറിലുള്ള ബോളുകൾ. ഇത് ചിലപ്പോ 150 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്നുണ്ടാവാം, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ടാവാം. ഇത് ക്വാളിറ്റി വ്യത്യാസമുള്ള മാലയാണ്. ഇതിന് 395 രൂപയാണ് ഇതിൽ ഓരോ മാലയുടെ റേറ്റ് വരുന്നത്. അതനുസരിച്ച് പ്രൈസ് കൂടുന്നത് അനുസരിച്ച് അതിന്റെ ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. ഇത് പെട്ടെന്ന് ഒന്നും കളർ പോകുന്ന മാലയല്ല, ഒരുപാട് നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മാലയാണ്. അപ്പൊ ഇതിലിപ്പോ പ്ലെയിൻ ബോളാണ് കാണിക്കുന്നത്. ഇനി ഞാൻ കാണിക്കുന്നത് എല്ലാം സെയിം തന്നെ, പ്രൈസും സെയിം തന്നെ. പക്ഷെ ഇതിലത്തെ ഈ ബോളുകൾക്ക് ഒരു ചെത്ത് വന്നിട്ടുള്ള ബോളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ നല്ലതുപോലെ ഒരു ഗ്ലേസിങ് കൂടുതലാണ് ഇതിന്. കാരണം അതങ്ങനെ ചെത്ത് വന്ന മാലയായതുകൊണ്ടാണ്. രണ്ടും ഒരേ മെറ്റീരിയൽ തന്നെ, ഒരുപോലെ തന്നെ രണ്ടിന്റെയും കളർ നന്നായി ലാസ്റ്റ് ചെയ്യുന്ന മാലയാണ്. ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 395. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് കുഞ്ഞു ക്രിസ്റ്റലിന്റെ ആ തിളക്കം കണ്ടോ, ഒരു മെറൂൺ കളറിലും റെഡിഷ് മെറൂൺ കളറും ബ്ലാക്ക് കളറും ആണ് ഇതിൽ വന്നിരിക്കുന്ന ചെയിൻ എന്ന് പറയുന്നത്. ചെയിൻ അല്ല, മാലയായിട്ട് വന്നിരിക്കുന്നത് അതാണ്. അതിന്റെ ഒരു തിളക്കം കണ്ടോ, നല്ലൊരു ക്രിസ്റ്റലിന്റെ പോലെയുള്ള ചെറിയ ബീഡ്സ്, അത് വലിയ നല്ല തിളക്കാണ് അതിന്. എന്നിട്ട് സെന്ററിൽ ഇതുപോലെ ഒരു ബോളാണ്. ഇതൊക്കെ കഴുത്തില് റൗണ്ട് ചെയ്ത് കിടക്കുന്ന മാലയാണ്. കണ്ടോ, ഇതും ഇറക്കം കൂടുതൽ നല്ല ഇറക്കത്തിൽ ഇടണം എന്നുള്ളവർ എടുക്കരുത്. കഴുത്തിന് ചുറ്റും കിടക്കുന്ന മാലയാണ്. പക്ഷെ ഇതിന്റെ ഈ മാലയുടെ ഈ തിളക്കവും ഇതിന്റെ ആ സെന്ററിൽ വന്നിരിക്കുന്ന ബീഡും അതൊക്കെയാണ് അതിന്റെ ഭംഗി കൊടുക്കുന്നത്. ഇതിലൊരു പീസിന്റെ റേറ്റ് വരുന്നത് 150 രൂപ. ഇപ്പോഴത്തെ യൂത്ത് കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു മാലയാണ്. നല്ല ട്രെൻഡിൽ പോകുന്ന ഒരു പുതിയൊരു ഐറ്റം ആണ്. ഞാൻ ഇതുവരെ ഇത് കാണിച്ചിട്ടില്ല. അപ്പൊ ആദ്യത്തത് ഇപ്പൊ ഞാൻ കാണിച്ചതില് ഇവിടെ വന്നത് ഒരു മെറൂൺ കളറിലുള്ള ഒരു ബോളാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരെണ്ണത്തില് ഒരു ബ്ലാക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഒരു പേൾ വൈറ്റ് ആണ്. പിന്നത്തതിന്റെ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേയും ഗോൾഡനും കൂടി കലർന്ന ഒരു ഷെയ്ഡ്. അപ്പൊ ഇത്രയ്ക്കും ഷെയ്ഡുകളിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് കുട്ടികൾക്കും ഇടാൻ പറ്റും, യൂത്ത് പിള്ളേർക്കും ഇടാൻ പറ്റും.
അങ്ങനത്തെ ഒരു മാലയാണ്. 150 രൂപയാണ് ഇതിൽ ഓരോ പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. അടുത്തൊരു മാല എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. ഇത് അതിൽ 5-6 പീസ് ഉണ്ട് കേട്ടോ. അത് ഒരുമിച്ച് കാണാം. ഒരൊറ്റ പീസ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ കണ്ടോ, ഇതിന്റെ ഈ കളറൊന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്ന, ഈ മുത്തുകളുടെ കളറുകൾ അങ്ങനെ പെട്ടെന്ന് പോകുന്ന ഒരു കളറേ അല്ല. അതുപോലെ തന്നെ ഇത് സിൽവറിന്റെ ചെയിനാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതിന്റെ ഷേപ്പുകൾ കണ്ടോ, ഇപ്പൊ ഈ ഒരു ബീഡിന്റെ ഷേപ്പ് നോക്കൊരു ഓവൽ ഷേപ്പാണ്. പിന്നെ അത്രയും ഓവലില്ല ഇതിന് ഈ ബീഡ് വരുമ്പോ. അങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ. ഇതും കഴുത്തില് ചുറ്റും കിടക്കുന്ന ഒരു മാലയാണ്, അതല്ലാതെ നീളത്തിലുള്ള മാലയല്ല. കണ്ട, ഇങ്ങനെയാണ് കിടക്കുക. ഇതൊക്കെ നല്ല ഭംഗിയുള്ളത്, നല്ല നല്ല മുത്തുകളാണ് ഇതിലത്തെ. ഇതിന്റെ കളറ് പോവില്ല, തൊലിയൊന്നും പെട്ടെന്ന് പൊളിഞ്ഞു പോകാത്ത മുത്തുകളാണ്. നല്ല ഭംഗിയാണ്, സിമ്പിൾ ആണ്, പക്ഷെ നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള ഒരു സാധനമാണ്. അതുപോലെ ഇതിന്റെ ചെയിനൊക്കെ സിൽവറിലാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് നല്ല ക്വാളിറ്റി ഉള്ള മാലയാണ്. ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വരുന്നത് 280. നെക്സ്റ്റ് മാല എന്ന് പറയുന്നത് ഇതിന്റെ കണ്ടോ, ഒരു സിൽവർ കളറിലുള്ള ബോൾസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ നടുവിൽ വന്നിരിക്കുന്നത് ക്രിസ്റ്റലിന്റെ കല്ലുകളാണ്. നല്ല തിളക്കമുള്ള ഒരു കല്ലാണ്. ഒരു റെഡിഷ് മെറൂൺ കളറിലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത്. ഇതും കഴുത്തിൽ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിടക്കുന്ന ഒരു മാലയാണ്, അതല്ലാതെ ഒരുപാട് ലെങ്തിലുള്ള മാലയല്ല. അപ്പോ ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190. ഇപ്പൊ ഞാൻ കാണിച്ചത് ഒരു റെഡിഷ് മെറൂൺ കളറിലാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഇത് ബ്ലാക്ക് അല്ലാട്ടാ, ഡാർക്ക് നേവി ബ്ലൂ. എന്നാൽ ബ്ലാക്കിന്റെ സ്റ്റാർട്ടിങ്ങും നേവി ബ്ലൂവിന്റെ ഡാർക്കും, അതാണ് ഒരു ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഗ്രീനും സിൽവറും, പിന്നത്തത് ഒരു ബേബി പിങ്ക് സിൽവർ, പിന്നത്തത് ഒരു ഡസ്റ്റി ഗ്രീൻ സിൽവർ, പിന്നെ ഞാൻ ആദ്യം കാണിച്ച റെഡിഷ് മെറൂൺ സിൽവർ. ഇത്രയും ഷെയ്ഡിലാണ് ഈ മാലകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് ഒരുപാട് നീളമുള്ള മാലയല്ല, കഴുത്തില് റൗണ്ട് ചെയ്ത് കിടക്കുന്ന മാലകളാണ്. ഇതിൽ ഒരു പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 190 രൂപ. ഇതിലത്തെ ഓരോ കല്ലുകളൊക്കെ ക്രിസ്റ്റലിന്റെ കല്ലുകളാണ്. നല്ല തിളക്കമുള്ള മാലകളാണ്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോ ഇന്ന് ഈ കാണിച്ച ഫാൻസി ഐറ്റംസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്